എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് കൊടുത്തിട്ടുള്ളത് അതുലിന്റെ ജെം ഐ ഗുഡ്സ് കാരിയർ വാഹനമായിട്ടാണ്. അതെ, നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത് നമ്മുടെ പാസഞ്ചർ വാഹനങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഗുഡ്സ് കാരിയർ വാഹനങ്ങളായിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വാഹനം. ഇതൊക്കെ നമ്മൾ സ്റ്റോക്കിൽ കിടക്കുന്നതാണ്. അപ്പോൾ എത്ര കളറിലാണ് ഈ വാഹനം വരുന്നതെന്ന് വെച്ചാൽ, ഫസ്റ്റ് മഞ്ഞ വരുന്നുണ്ട്, പിന്നെ നമുക്ക് നീല വരുന്നുണ്ട്, പിന്നെ നമുക്ക് ചുമപ്പും പച്ചയിലും വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ ആക്ച്വലി നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് അതുലിൻ്റെ വേൽമാൻ മോട്ടോഴ്സ് കാടാങ്കോടുള്ള NH ബൈപ്പാസിൻ്റെ സൈഡിലുള്ള ഷോറൂമിലാണ്. അപ്പോൾ ഇവർ നമുക്ക് ഗുഡ്സ് കാരിയർ ട്രക്കിൽ തന്നെ ആക്ച്വലി ഡെലിവറി വാൻ പോലെ ഒരു കവേർഡ് ബോഡി ആയിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിനെ പറ്റിയിട്ട്. അപ്പോൾ നമുക്ക് അധികം ലാഗ് അടിക്കാതെ വേഗം വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഇതൊരു ഗുഡ്സ് കാരിയർ ട്രക്കാണ്. ഗുഡ്സ് ട്രക്കല്ല, ഓട്ടോ ആണല്ലോ. അപ്പോൾ പെട്ടി ഓട്ടോ ആകുമ്പോൾ എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ മൈലേജ് ആണ്. അതെ, മൈലേജ് ഇതിൻ്റെ വാഹനത്തിന് വരുന്ന അറൗണ്ട് 35 to 36 കിലോമീറ്റർ പെർ ലിറ്റർ മൈലേജ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ 435 cc പ്യൂർലി മെക്കാനിക്കൽ എഞ്ചിനാണ്, റേഡിയേറ്റർ ഇല്ലാത്ത മെക്കാനിക്കൽ എഞ്ചിനാണ്. അതിൻ്റെ എഞ്ചിൻ ഞാൻ എവിടെയാണെന്ന് പറഞ്ഞുതരാം. ഇതാണ് എൻ്റെ എഞ്ചിൻ്റെ ഇത് വരുന്നത്. നമ്മുടെ ഈ ലോഡിംഗ് ബേൻ്റെ ഏരിയയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഈ ഒരു ഏരിയ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇവിടെ ചാരി വയ്ക്കാം. ഇതാണ് ആ വാഹനത്തിൻ്റെ എഞ്ചിൻ വരുന്നത്. കംപ്ലീറ്റ്ലി മെക്കാനിക്കൽ എഞ്ചിനാണ്. മുന്നേ വന്നിട്ടുണ്ടായിരുന്നില്ല, ആക്ച്വലി സെൻസറിൽ എഞ്ചിനായിരുന്നു, പിന്നെ റേഡിയേറ്റർ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് റേഡിയേറ്റർ വരുന്നില്ല, അതുപോലെ തന്നെ സെൻസറില്ലാത്ത എഞ്ചിനാണ്. ഇപ്പോൾ ഏത് വർക്ക്ഷോപ്പിൽ കൊണ്ടായാലും നമുക്ക് സുഖമായിട്ട് വാഹനത്തിൻ്റെ സർവീസും ചെയ്യാൻ പറ്റുന്നത്. എന്തെങ്കിലും ചെറിയ ടയർ വരികയാണെങ്കിലും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, ഈ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. വണ്ടിയുടെ ഉള്ളിൽ നിന്നല്ലാണ്ട് ഈ ഒരു കയർ ഉപയോഗിച്ചിട്ട് ഇവിടുത്തെ ഈ റോട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത് ആക്ച്വലി കയർ കെട്ടി കഴിഞ്ഞിട്ട് നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതൊരു രണ്ടാമത്തെ ഫീച്ചറാണ്. അതായത് നമ്മൾ വാഹനം ഓൾറെഡി മുന്നിൽ നിന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ എഞ്ചിൻ്റെ CC ഞാൻ പറഞ്ഞല്ലോ, 435 cc എഞ്ചിൻ തന്നെയാണ് വരുന്നത്. പിന്നെ 5.7 കിലോവാട്ട് പവറും അതുപോലെ തന്നെ 19 Nm ഓഫ് ടോർക്കുമാണ് ഈ വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക. ഇനി ഇതൊരു ഗുഡ്സ് കാരിയർ ട്രക്കായ കാരണം ഈ ഒരു ബേ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു ബേൻ്റെ മൊത്തം കപ്പാസിറ്റി എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇതിൻ്റെ നീളം വരുന്നത് 5.5 അടി നീളമാണ് വരുന്നത്. പിന്നെ വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 4.25 അടിയാണ് വിഡ്ത്ത് വരുന്നത്. പിന്നെ ഡെപ്ത്ത് 1 അടിയാണ് ഡെപ്ത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് അത്യാവശ്യമായ സാധനങ്ങളൊക്കെ കയറ്റിയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പേലോഡ് കപ്പാസിറ്റി ഈ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ റിയറിലേക്ക് വരികയാണെങ്കിൽ അതുലിൻ്റെ ബാഡ്ജിങ് കാണാം. നമുക്ക് ഫ്രണ്ട് വശം നോക്കാം കേട്ടോ. നോക്കുകയാണെങ്കിൽ നമുക്ക് അതുൽ ജെം ഐ ബാഡ്ജിങ് കാണാം. ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു ബുഷ് പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാണാൻ കുറച്ചൊരു സ്പോർട്ടി ലുക്കിന് വേണ്ടിയിട്ട്. പിന്നെ സ്പോർട്ടി ഗ്രാഫിക്സ് ആണ് സൈഡിലൊക്കെ വരുന്നത് കണ്ടോ. ഒരു ഗ്രേ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൽ നമുക്ക് അതുലിൻ്റെ ബാഡ്ജിങ് കാണാം. ഹാലജൻ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്, ഹാലജൻ ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. അതുലിനൊരു ലോഗോ കാണാം, ഇവിടെ നമ്പർ പ്ലേറ്റ് വരുന്നത്. പിന്നെ ഒരു അതുലിനെ എന്തുകൊണ്ട് മറ്റ് ഓട്ടോകളിൽ നിന്ന് വേറെടുത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ പറയുകയാണെങ്കിൽ ഈ ഒരു സംഭവമാണ്. ഇത് ആർമാണ്, ലോവർ ആം. ഈ ഒരു വീല് സപ്പോർട്ടിൻ്റെ ഒരു കാര്യമാണ്. അതായത് ഇത് പിന്നാണ്. ഈ ഒരു പിന്നും അതുപോലെ തന്നെ ഈ വാഹനത്തിൽ വരുന്ന കോൺസെപ്റ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് കുറച്ചൊരു ടെക്നിക്കൽ ടേമാണ്, ഡ്രൈവേഴ്സിന് യൂഷ്വലി അറിയും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ ഒരു ലോവർ ആം കുറച്ചുകൂടി വലുതാണ്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി വലുതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഒടിയാനൊന്നും ചാൻസ് ഇല്ല. അത് മാത്രമല്ല, കോൺസെപ്റ്റും കുറച്ചുകൂടി സ്ട്രെങ്ത്ഫുള്ളാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മളിങ്ങനെ വാഹനം ചാടുമ്പോൾ ഇതിങ്ങനെ ബെയറിംഗ് അടിച്ചടിച്ചടിച്ച് യൂഷ്വലി ചില വാഹനങ്ങളിൽ വേഗം കേട് വരും. പക്ഷേ അതുലിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഐറ്റംസ് എല്ലാം കുറച്ചുകൂടിയും റിലയബിളും അതുപോലെ തന്നെ സ്ട്രെങ്ത്ത് കൂട്ടിയിട്ടുണ്ടാക്കിയത് കാരണം നമുക്ക് ആ ഒരു ഒടിവ് വരൽ കുറവായിരിക്കും. അത് കുറച്ചുകൂടിയും ഒരു സ്ട്രെങ്ത് ഈ വീലിന് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മുടെ അറിയാലോ, നമ്മുടെ നാട്ടിലത്തെ റോഡ് കൂടെ ഒക്കെ ഓടിക്കുമ്പോൾ കുണ്ടും കൂടിയൊക്കെ ചാടുമ്പോഴും വാഹനം നല്ല സ്റ്റേബിളും അതുപോലെ തന്നെ കുറച്ച് കാലം കൂടിയും ഈട് നിൽക്കും. അപ്പോൾ ഞാൻ ഒരു നാട്ടിലത്തെ റോഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് ഏകദേശം ഒരു ഓഫ് റോഡിങ് പോലെ തന്നെയാണല്ലോ. അപ്പോൾ ഏത് കുണ്ടും കൂടി കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കാരണം ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ 240 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. പിന്നെ വീൽ ബേസ് ഏറ്റവും ബെസ്റ്റ് ഇൻ സെഗ്മെൻ്റ് ആണ്. കാരണം 2105 മില്ലിമീറ്ററാണ് ഇതിൻ്റെ വീൽ ബേസ് വരുന്നത്. വീൽ ബേസ് കൂടി എന്താ ഗുണം എന്നറിയോ? ഈ വീൽ ആക്ച്വലി കുറച്ചുകൂടി പിന്നോട്ടാണ്. വേറെ കോമ്പറ്റീറ്റേഴ്സിലൊക്കെ കുറച്ചുകൂടി മുന്നോട്ടായ കാരണം തന്നെ ഇൻ കേസ് കൂടുതൽ ലോഡ് വരുമ്പോൾ വാഹനം ഒരു കുറച്ച് സ്റ്റീപ്പ് ക്ലൈമ്പൊക്കെ കാണുമ്പോൾ ഈ ഫ്രണ്ടിൽ നിന്ന് പൊങ്ങിയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ വീല് കുറച്ചുകൂടി പിന്നിൽ പ്ലേസ് ചെയ്ത കാരണം വാഹനം ഒന്നുകൂടി കയറ്റം കയറുമ്പോഴൊക്കെ സ്റ്റേബിളായിട്ട് ഫ്രണ്ട് പൊങ്ങാത്ത രീതിയിലാണ് പോകുക. അതാണ് വീൽ ബേസ് കൂടിയതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയസിലേക്ക് പോകാം. ഇൻറ്റീരിയസിലേക്ക് പോകുന്നതിന് മുന്നേ ഇതാണ് സൈഡ് മിറർ വരുന്നത് നമുക്ക്. പിന്നെ ഇത് ആക്ച്വലി കുറച്ചുകൂടി ഒരു നല്ലൊരു ടെക്നിക്കൽ രീതിയിലാണ് ഈ ഒരു വിൻഡോ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ
എത്രയും നമുക്ക് തിരിച്ചിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. ഇങ്ങനെ വെക്കണതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെയിറ്റ് പോകുമ്പോൾ, അതായത് ഇവിടുന്ന് കാറ്റടിക്കുമല്ലോ, ഫ്രണ്ടിൽ നിന്ന് കാറ്റടിക്കുമ്പോൾ അത് ഇങ്ങോട്ട് തട്ടിയിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ക്യാബിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടി എയറി ഫീൽ ഉണ്ടാവും, അതായത് വെന്റിലേഷൻ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നമ്മൾ ഇൻറ്റീരിയർസിലേക്ക് കയറാൻ സുഖമായിട്ട് കയറാൻ പറ്റുന്നുണ്ട്. ഇൻക്രഷനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ക്യാബിൻ സ്പേസ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്നത്. അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. പിന്നെ നമുക്ക് വിസിബിലിറ്റി ആണെങ്കിലും എനിക്ക് ഇങ്ങനെ കുമ്പിട്ട് ഇരുന്നിട്ട് ചില ഓട്ടോകളാണെങ്കിലും നമുക്ക് കുമ്പിട്ട് ഇരുന്നിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നോക്കണം. പക്ഷേ ഇതിനൊന്നും അതിൻ്റെ ഒരു ആവശ്യം വരുന്നില്ല. നമുക്ക് ഹസാർഡ് ലൈറ്റ് ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇതാണ് ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ച്. പിന്നെ ഇതാണ് ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻ. പിന്നെ വൈപ്പറിൻ്റെയും ഇതാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വരുന്നത്, സ്പീഡോമീറ്റർ, അതുപോലെ തന്നെ അതുപോലെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്, ഫ്യൂൽ ഗോജ്, പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ്. ഇനി നമുക്ക് 4 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്, ന്യൂട്രൽ. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ഇത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാനും മറ്റേ ഡിപ്പർ ഓപ്ഷൻ ആണ് വരുന്നത്. പിന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം, ഹോണും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് കേൾപ്പിക്കാം. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ നമുക്ക് റിവേഴ്സ് ഗിയർ വരുന്നു, ഡീകംപ്രഷൻ, അതുപോലെ വണ്ടി സ്റ്റോപ്പ് ആക്കാനുള്ള ഒരു ഓപ്ഷൻ. ഇത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് ആണ് വരുന്നത്. ഇത് നമ്മുടെ കാലിലുള്ള ബ്രേക്കും. നമുക്ക് ഈ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇതാണ് കീ വരുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഹോൺ എങ്ങനെ ഉണ്ടോ നോക്കാം. ഹോൺ കേട്ടല്ലോ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അത് ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് വാഹനം ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് അതുലിൻ്റെ ബാഡ്ജിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സൈഡ് ഡോറിലുണ്ട്. പിന്നെ വൈപ്പറിൻ്റെ ഒരു സംഭവം വരുന്നത്. ഇനി നമുക്ക് വാഹനം എക്സിറ്റ് ചെയ്യാം. എക്സിറ്റ് ചെയ്ത് ഈ ഒരു സംഭവം പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നുകൂടി നമുക്ക് ക്യാബിൻ കാണിച്ചു തരാതാ. അത്യാവശ്യം നല്ല ലെതറിൻ്റെ കംഫർട്ടബിളായ സീറ്റ്സ് ആണ് വരുന്നത്. പിന്നെ പിന്നിൽ ബാക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ വിൻഡോസ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡോറ് നമുക്ക്, ഈ ഒരു വിൻഡോ നമുക്ക് ഈ ഒരു സംഭവം പോലെ തന്നെ ആക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ആക്കി കഴിഞ്ഞിട്ട് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ കാറ്റടിച്ചിട്ട് വെന്റിലേഷൻ ഉള്ളിലേക്ക് പോകും. നിങ്ങൾക്ക് ഇന്ന് അടയ്ക്കാം. അയ്യോ, ഇത് ഇങ്ങനെയാണ് അടയ്ക്കുന്നത്. ഓക്കെ, അടഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ്, ഒന്നുകൂടി കുറച്ചുകൂടി സ്ട്രെങ്ത്ഫുള്ളായിട്ട് അടയും. അപ്പോൾ ഇതൊക്കെയായിരുന്നു വാഹനത്തെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. ഇതാണ് വണ്ടിയുടെ ലോഡിംഗ് ബേ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത്രയും അടികളാണ് വരുന്നത്. 5.5 അടി നീളം, പിന്നെ 1 അടി ഡെപ്ത്ത്, പിന്നെ വീതി 4.25 അടിയാണ് വരുന്നത്. പിന്നെ നമുക്ക് റിയറിലേക്ക് വരികയാണെങ്കിൽ അതുലിൻ്റെ ബാഡ്ജിങ് കാണാം, അതുൽ ജെംഐ ബാഡ്ജിങ് കാണാം. പിന്നെ ഇവിടെ തന്നെ നമ്പർ പ്ലേറ്റ് വരുന്നത്, നമ്പർ പ്ലേറ്റിനുള്ള ലൈറ്റ്, ഇത് എല്ലാം നോർമലാണ്. ടേൺ ഇൻഡിക്കേറ്റേഴ്സ്, റിവേഴ്സ് ലൈറ്റ്സ്, റിഫ്ലക്റ്റേഴ്സ്, ബ്രേക്ക് ലൈറ്റ്സും റിയർ ലൈറ്റ്സും. പിന്നെ ഇവിടെ ഒരു ഗ്രില്ല് പോലൊരു സംഭവം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു തണ്ടും ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടുന്ന് നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. പിന്നെ ഒന്നുകൂടി എന്താണെന്ന് വെച്ചാൽ നമുക്കിത് മൊത്തം എല്ലാ സൈഡത്തെ ഒരു ബാരിക്കേഡ് പോലെയുള്ള സംഭവം നമുക്ക് തുറക്കാൻ പറ്റും. അതായത് ഇതൊന്ന് ക്ലിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാ, ഇതിങ്ങനെ തുറക്കാം. അത് മാത്രമല്ല ഇവിടെ കൂടിയും തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ലോഡിങ് ഒന്നുകൂടിയും എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വന്നിട്ടുള്ളത്. ഇതുകൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇതാ, ഇതുകൂടി ഒന്ന് പിന്നിക്കാക്കാം. ഇതാ, സുഖമായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ, വെയിറ്റുള്ള സാധനങ്ങളൊക്കെ സുഖമായിട്ട് കയറ്റാൻ പറ്റും. പിന്നെ ഈ വാഹനത്തിൽ വരുന്നൊരു ഡിപ്പ് പെയിൻറ്റിംഗ് ആണ്. അതായത് ഈ വാഹനം ആ ഒരു പെയിൻറ്റിൻ്റെ ഒരു സൊല്യൂഷനിലേക്ക് വാഹനം മുക്കി കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ചാസി എടുക്കുന്നത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാവിടെയും വാഹനം ഈക്വലി പെയിൻ്റ് ആവും. അപ്പോൾ തുരുമ്പിനുള്ളൊരു ഓപ്ഷൻ ഒന്നും കൊടുക്കുന്നില്ല. വേറെ കോമ്പറ്റീറ്റേഴ്സ് അതൊക്കെ നമ്മൾ യൂഷ്വലി സ്പ്രേ ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത് ഡിപ്പ് പെയിൻറ്റിംഗ് ആണ് വരുന്നത്. അപ്പോൾ എല്ലാവിടെയും ഈക്വലായിട്ട് പെയിൻറ്റ് അപ്ലൈ ആവും. അതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ്. പിന്നെ അതിൻ്റെ മുകളിലൊരു കോട്ടിങ് വരുന്നുണ്ട്, അപ്പോൾ റസ്റ്റിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അത് മാത്രമല്ല പെയിൻറ്റിൻ്റെ ക്വാളിറ്റി കുറച്ചുകൂടിയും കാലം ഈട് നിൽക്കും. അപ്പോൾ അതൊക്കെയായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ. നമ്മുടെ ട്രാൻസ്പോർട്ട്, അതായത് പാസഞ്ചർ വേരിയൻ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇവിടെ ടാഗ് ചെയ്താണ്. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വാഹനത്തിനെ പറ്റിയിട്ടുള്ള നമ്മൾ ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓടിക്കാനും അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിരുന്നു ഈ വാഹനം. കാരണം അത്യാവശ്യം നല്ല സസ്പെൻഷനാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ആക്ച്വലി 4 ബോൾട്ട് വരുന്നുണ്ട് വീലിന്. ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനൊക്കെ വെറും 3 ബോൾട്ടേ വരുന്നുള്ളൂ. എന്നാൽ ഈ വാഹനത്തിന് 4 ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ സ്റ്റെബിലിറ്റി നമുക്ക് വാഹനത്തിന് കിട്ടും. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഓട്ടോക്കാർ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുക. കാരണം ഇത് അത്യാവശ്യം നല്ല വാല്യൂ ഫോർ മണി വാഹനമാണ്. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും കാണുന്ന പ്രതീക്ഷയിൽ ഇസ്മി പ്രണവ് സൈനിങ് ഔട്ട്.